ഹായ്, ഞാനൊരു ഡോനറ്റ് വീഡിയോ ചെയ്യാൻ പോവുകയാണേ. ഞാനൊരു ഡോനറ്റിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് അതിൻ്റെ റെസിപ്പി പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി 1 കപ്പ് മൈദ, മെഷറിംഗ് കപ്പിന് 1 കപ്പല്ല 1.5 കപ്പ് മൈദ കേട്ടോ. 1 കപ്പ് ഇട്ടു, പിന്നെ 1/2 കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, ഒന്നര ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. ഇനി മെൽറ്റഡ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ളതായാലും മതി. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഒന്നെടുത്ത് മെൽറ്റ് ആക്കിയേ ഉള്ളൂ കേട്ടോ. 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു കോഴിമുട്ടൻ്റെ പകുതി, കോഴിമുട്ട നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതിയും കൂടി ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിനി പാലൊഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എത്ര ആവശ്യം വന്നെന്ന് ഞാൻ പറയാം കേട്ടോ. മുട്ടയും മെൽറ്റഡ് ബട്ടറൊക്കെ വന്നതുകൊണ്ട് നമുക്ക് 1/2 കപ്പ് പാല് വേണ്ടി വന്നിട്ടില്ല. നമുക്കൊരു 1/4 കപ്പ് പാലേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പറിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് അത്രയൊന്നും വെക്കേണ്ടി വരില്ല. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്നുകിൽ നമ്മൾ തീ കത്തിക്കണ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോ, അതല്ലെങ്കിൽ ഓവനൊന്ന് ഓണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനിക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. ഓഫാക്കണം കേട്ടോ, ഓഫാക്കാതെ വെക്കരുത്. ഓവൻ ഓഫാക്കണേ. നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ചിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഓവനിലേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴക്കണ്ട, ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. നമുക്ക് 2 മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരുടെ അടുത്തും ഡോനറ്റിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് നന്നായി ഇങ്ങനെ കുഴച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ കയ്യിൽ വെച്ച് അമർത്തിയതിന് ശേഷം ഇങ്ങനെയും നമുക്ക് ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ വെക്കുക. 15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് നമ്മളൊരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ബാക്കിയുള്ള മാവ് ഞാനൊരു മെത്തേഡ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കയ്യിൽ ഇങ്ങനത്തെ ഈ ഡോനറ്റിൻ്റെ ഈ സംഭവം ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ മറ്റേത് കാണിച്ചത്. ഞാൻ സാധാരണ ചെയ്യും പോലെ തന്നെ ഈ മോൾഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
ഇതിങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് ഇതെല്ലാം ഇതുപോലെ ഇരിക്കട്ടെ. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഇതൊന്നും കൂടി ഡബിൾ സൈസായി വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് പൊരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓയിൽ മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ അത്ര വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ല ചൂടാവരുത് കേട്ടോ, അത്യാവശ്യം ഒരു ചൂടായാൽ മതി. ഓവർ ചൂടായാൽ നമ്മൾ ഇടുമ്പോഴേക്കിനും നമ്മുടെ ഡോനറ്റ് കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാർക്ക് കളർ വന്ന് കയറും. ഇങ്ങനെ മുഴുവൻ വടയും നമുക്ക് പൊരിച്ചെടുക്കാം ഡോനറ്റ്. ഇത്ര കളറായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായി, അതുകൊണ്ടാണ് ഈ കളർ വന്നത്. ഒരു ലൈറ്റ് ആയിട്ട് കളർ മാറിയാൽ മതി. നമുക്കിത് കോരിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കണം കേട്ടോ. അടുത്തൊരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയപ്പോൾ 7 ഡോനറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1.5 കപ്പ് മെഷറിങ്ങിൽ കേട്ടോ. എൻ്റെ തീ കുറച്ചിട്ടിട്ടുള്ളത് ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ബാച്ച് പൊരിച്ചെടുത്തു. എത്രയാണ് നമുക്ക് 1.5 കപ്പ് മെഷറിംഗ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഡോനറ്റിനെ നമ്മൾ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഒരു കുഞ്ഞു കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒട്ടും നനവില്ലാത്ത വേറൊരു പാത്രം, ഉള്ളിൽ ഒട്ടും നനവ് പാടില്ല, അങ്ങനെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് ചൂടാവുമ്പോഴേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും മതി, ചെറിയ പീസാക്കിയിട്ട് ഇതിലിട്ടിട്ട് മെൽറ്റാക്കി എടുക്കുക. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തൊടാതെ അവിടെ ഇരുന്നോട്ടെ കേട്ടോ, ഇളക്കൊന്നും വേണ്ട, അങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഈ പാത്രത്തിൻ്റെ ഒരു ചൂടുകൊണ്ട് തന്നെ അത് മെൽറ്റായി വരും. ഒരു തുള്ളി വെള്ളമോ വിപ്പിംഗ് ക്രീമോ ഒന്നും അതിലൊഴിക്കരുത്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് ഒന്നിട്ട് മെൽറ്റാക്കാം കേട്ടോ. കൂടുതൽ നേരം ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കരുതേ, പിന്നെ അത് കട്ടായി മാറും. മെൽറ്റായാൽ വേഗം ഇറക്കുക. ഈ കട്ട മുഴുവനും ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ. ഇപ്പം ഈ ഇളക്കുന്ന ടീസ്പൂണിലോ അല്ലെങ്കിൽ ഈ പാത്രത്തിലോ ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ആ വെള്ളം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് പിന്നെ കട്ട കൂടി നിൽക്കും, ഇതേപോലെ മെൽറ്റാവില്ല കേട്ടോ. ഇനി നമ്മൾ ഈ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റിൽ ഓരോ ഡോനട്ടും മുക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയൊരു ഡെക്കറേഷൻ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി അടുത്തതും ഇതുപോലെ മുക്കിയെടുക്കുക. ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിത് സെയിലാക്കുന്നതാണ്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യാം. കഴിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചാലും മതി, ഇതുപോലെ വെച്ചാലും മതി. ഈ ചോക്ലേറ്റ് കുറച്ച് കഴിഞ്ഞാൽ
നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ അതിന്മേൽ നന്നായിട്ട് പറ്റി പിടിച്ചോളും. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.